നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷുഫലത്തെക്കുറിച്ചാണ് പറയാൻ പോണേ. വിഷുഫലം പലരും ലേറ്റായി പോയെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. ലേറ്റായി പോയില്ല, വിഷു വരാൻ പോണതേ ഉള്ളൂ. ഇപ്പോൾ വിഷുഫലം എന്ന് പറയുമ്പോൾ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഒരു വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് മേടമാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം. ഇപ്പോൾ വിഷുഫലം ഒരു വർഷത്തെ ഫലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ മേടമാസം തൊട്ട്, അതായത് 2024 മേടമാസം തൊട്ട് 2025 മീനമാസം വരെ വരുന്ന സമയമാണ് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കേണ്ടത്. ഓരോ രാശികളായിട്ടെടുത്ത് നമുക്ക് ഫലത്തെ പ്രവചിക്കാം. ആദ്യമായിട്ട് മേടം രാശി. മേടം രാശിയിൽ വരുന്ന ഓരോ രാശിയിൽ 2.25 നക്ഷത്രം വീതമുണ്ട്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്ര രാശിയിൽ ജനിച്ചവർക്ക് വിഷുഫലം വളരെ അനുകൂല ഫലമാണ്. വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഫലത്തെ ചിന്തിക്കണം. കാരണം നമുക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് വാർഷിക ഫലത്തെ എപ്പോഴും എടുക്കുമ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വ്യാഴം ശരിക്കും മെയ് മാസം 1-ാം തീയതി വ്യാഴം മാറി മേടരാശിക്കാർക്ക് 2-ലേക്ക് വരികയാണ്. 2 എന്ന് പറയുമ്പോൾ ധനസ്ഥാനം, അതുപോലെ വിദ്യാസ്ഥാനം, വാക്സ്ഥാനം ഒക്കെയാണ് 2. അപ്പോൾ 2-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് ഏറ്റവും പ്രധാനമായി സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികമായി വളരെ മേന്മയുണ്ടാവും. അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാത്തവർ, അതുപോലെ തുടർ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർ, കലാകാരന്മാർ, എഴുത്തുകാർ, അതുപോലെ അധ്യാപകർ, ഇവർക്കെല്ലാം ഈ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമാണ്. നിങ്ങളൊന്നിനും അറച്ചു നിൽക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങണം. സാമ്പത്തിക നേട്ടത്തിന് മാത്രമല്ല, ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് നിങ്ങൾക്ക്. അപ്പോൾ പുരോഗതിയുടെ ഒരു വർഷമാണ് നിങ്ങൾക്കിതാ വന്ന് ചേർന്നിരിക്കുന്നത്. മറ്റൊന്ന്, ശനിയുടെ ബന്ധം വരുന്നുണ്ട് എങ്കിലും അത് ഈ വിഷുഫലം തീരാറാവുമ്പോഴായിരിക്കും ശനി വരിക. അതായത് 2025 മാർച്ച് മാസം 30-ാം തീയതിയെ ശനി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം വിഷുഫലം തീരാറാവും. അതുകൊണ്ട് ഈ വർഷത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണു അടച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ മേടരാശിക്കാർക്കും ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ് ഗണിച്ചപ്പോൾ കിട്ടിയത്. നിങ്ങൾക്ക് സന്തോഷപ്രദമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ഏതൊക്കെ ദശ നടന്നു കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ പ്രായത്തിനനുസരിച്ച് ദിശകളിൽ വ്യത്യാസം വരും എങ്കിൽ പോലും വിഷുഫലത്തിൻ്റെ ഗ്രഹനില പ്രകാരം നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരും എന്നുള്ളതിന് സംശയം വേണ്ട. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നമ്മളിതിൽ തന്നെ എല്ലാ ദിവസവും നിത്യജ്യോതിഷം കുറേ ആൾക്കാർ ആവശ്യപ്പെട്ട പ്രകാരം
അന്നോടന്ന് ചെയ്യാൻ പാടില്ലാത്തതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ നിത്യജ്യോതിഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. അതായത് അതാത് സമയത്ത് തന്നെ നമ്മളിടുന്ന മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ആ മെസ്സേജ് എത്തിച്ചേരുകയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ തന്നെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നു. പലരും ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ് ലൈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തുക. അതിനൊപ്പം തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ മേടരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.